എല്ലാ ആളുകളുടെയും ചിന്ത മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും പിരമിഡും ഒന്നാണെന്നുള്ളൊരു ധാരണയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഉദാഹരണത്തിലൂടെ അതൊന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു സാധനം പ്യുവർ വാട്ടറാണ് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്നത്. അതേസമയം ഞാൻ മറ്റൊരു സാധനം കൂടി ഞാൻ എടുത്തു വെക്കുന്നു. ഈ കയ്യിലുള്ളത് ഇത് വിനെഗറാണ്. രണ്ടിൻ്റെ കളറ് നിങ്ങൾക്ക് നോക്കാം അല്ലേ. ഇതിപ്പോൾ ഞാനിങ്ങനെ വെച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നത് എന്താണ്? രണ്ടും ഒരേ കളറാണ്. ഞാൻ ഇതേപോലത്തെ ഒരു കുപ്പിയിലാണ് ഇതിൽ പച്ചവെള്ളം നിറച്ച് വെച്ചതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല അത് വിനെഗറാണോ പച്ചവെള്ളമാണോ എന്നുള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇതിലേതാണ് വിനെഗർ എന്നുള്ളത്. അപ്പോൾ രണ്ടിൻ്റെ ഉപയോഗം ഡിഫറൻ്റ് ആണ്. അപ്പോൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് മോഡലാണ്. അത് ഇന്ത്യയിൽ അംഗീകരിച്ചിരിക്കുന്ന ബിസിനസ് മോഡലാണ്. അതേസമയം എന്താണ് പ്രോൺസി സ്കീം അല്ലെങ്കിൽ എന്താണ് പിരമിഡ് സ്കീം? ഇന്ന് ഇന്ത്യയിൽ പ്രൈവറ്റ് സ്റ്റേറ്റ്സ് ബാനിംഗ് ആക്ട് 1978 പ്രകാരം ബാൻ ചെയ്തിരിക്കുന്ന ഒരു മേഖലയാണ് ഇത് ഈ പറയുന്ന പിരമിഡ് സ്കീം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ബഡ്സ് ആക്ടിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഇത് പിരമിഡ് സ്കീം. അപ്പോൾ ബഡ്സ് ആക്ടിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സംഗതി ഇവിടെ ഒരാൾ ചെയ്താൽ അയാൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 1 വർഷം മുതൽ 10 വർഷം വരെ തടവ്, 5 ലക്ഷം മുതൽ 50 കോടി വരെ പിഴ, പിന്നെ അതിൻ്റെ ബാക്കിയുള്ള നൂലാമാലകൾ വേറെ. അപ്പോൾ ബഡ്സ് ആക്ട് പ്രകാരം വരുന്ന ഇവിടെ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്കീമാണ് ഇത് പിരമിഡ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പിരമിഡ് സ്കീമും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മെത്തേഡും കണ്ടു കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണില്ല. കാരണം അത് ആരുടെയും കുറ്റമല്ല. ഇപ്പം ഞാൻ ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല ഏതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഏതാണ് പിരമിഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം.